ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. വൈകുന്നേരത്തോടെ കൊടുങ്കാറ്റ് ശമിക്കാൻ തുടങ്ങി. ദ സ്റ്റോം ബിഗാൻ ടു അബേറ്റ് ഇൻ ദ ഈവനിങ്. കൊടുങ്കാറ്റ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോം. തുടങ്ങുക, ബിഗിൻ, തുടങ്ങി, ബിഗാൻ. കുറയുക, കുറയ്ക്കുക അല്ലെങ്കിൽ ശമിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അബേറ്റ്. വൈകുന്നേരം, ഈവനിങ്. ദ സ്റ്റോം ബിഗാൻ ടു അബേറ്റ് ഇൻ ദ ഈവനിങ്. വൈകുന്നേരത്തോടെ കൊടുങ്കാറ്റ് ശമിക്കാൻ തുടങ്ങി. നടക്കുന്നതിന് മുമ്പ് വേദന കുറയാൻ ഞാൻ കാത്തിരുന്നു. ഐ വെയിറ്റഡ് ഫോർ ദ പെയിൻ ടു അബേറ്റ് ബിഫോർ വാക്കിംഗ്. നടക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വാക്ക്. വേദന, പെയിൻ. കുറയുക, അബേറ്റ്. കാത്തിരിക്കുക, വെയിറ്റ്, കാത്തിരുന്നു, വെയിറ്റഡ്. ഐ വെയിറ്റഡ് ഫോർ ദ പെയിൻ ടു അബേറ്റ് ബിഫോർ വാക്കിംഗ്. നടക്കുന്നതിന് മുമ്പ് വേദന കുറയാൻ ഞാൻ കാത്തിരുന്നു. വിമർശകരിൽ നിന്ന് പ്രകടനത്തിന് മികച്ച അവലോകനങ്ങൾ ലഭിച്ചു. ദ പെർഫോമൻസ് റിസീവ്ഡ് റേവ് റിവ്യൂസ് ഫ്രം ക്രിറ്റിക്സ്. വിമർശകർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ക്രിറ്റിക്സ്. പ്രകടനം, പെർഫോമൻസ്. മികച്ച അവലോകനങ്ങൾ, റേവ് റിവ്യൂസ്. അവലോകനങ്ങൾ, റിവ്യൂസ്. ലഭിക്കുക, റിസീവ്, ലഭിച്ചു, റിസീവ്ഡ്. ദ പെർഫോമൻസ് റിസീവ്ഡ് റേവ് റിവ്യൂസ് ഫ്രം ക്രിറ്റിക്സ്. വിമർശകരിൽ നിന്ന് പ്രകടനത്തിന് മികച്ച അവലോകനങ്ങൾ ലഭിച്ചു. സന്യാസിമാർ നദിക്കടുത്തുള്ള പുരാതന ആശ്രമത്തിലാണ് താമസിക്കുന്നത്. ദ മോങ്സ് ലിവ് ഇൻ ദ ഏഷ്യന്റ് ആബി നിയർ ദ റിവർ. സന്യാസിമാർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മോങ്സ്. നദി, റിവർ. നദിക്കടുത്തുള്ള, നിയർ ദ റിവർ. പുരാതന, ഏൻഷ്യന്റ്. സന്യാസി മഠത്തോടു കൂടിയ പള്ളി, ആബി. താമസിക്കുക, ലിവ്. ദ മോങ്സ് ലിവ് ഇൻ ദ ഏൻഷ്യന്റ് ആബി നിയർ ദ റിവർ. സന്യാസിമാർ നദിക്കടുത്തുള്ള പുരാതന ആശ്രമത്തിലാണ് താമസിക്കുന്നത്. ഇംഗ്ലണ്ടിലേക്കുള്ള ഞങ്ങളുടെ യാത്രക്കിടെ ഞങ്ങൾ ഒരു പഴയ ആശ്രമം സന്ദർശിച്ചു. വി വിസിറ്റഡ് ആൻ ഓൾഡ് ആബി ഡ്യൂറിങ് അവർ ട്രിപ്പ് ടു ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലേക്കുള്ള, ടു ഇംഗ്ലണ്ട്. യാത്ര, ട്രിപ്പ്. യാത്രക്കിടെ, ഡ്യൂറിങ് ട്രിപ്പ്. പഴയ, ഓൾഡ്. ആശ്രമം അല്ലെങ്കിൽ സന്യാസി മഠത്തോടു കൂടിയ പള്ളി, ആബി. സന്ദർശിക്കുക, വിസിറ്റ്. സന്ദർശിച്ചു, വിസിറ്റഡ്. വി വിസിറ്റഡ് ആൻ ഓൾഡ് ആബി ഡ്യൂറിങ് അവർ ട്രിപ്പ് ടു ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലേക്കുള്ള ഞങ്ങളുടെ യാത്രക്കിടെ ഞങ്ങൾ ഒരു പഴയ ആശ്രമം സന്ദർശിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിലും അവളുടെ സഹിഷ്ണുത പ്രചോദനകരമാണ്. ഹെർ റെസിലിയൻസ് ഇൻ അഡ്വേഴ്സിറ്റി ഈസ് ഇൻസ്പയറിംഗ്. പ്രതികൂല സാഹചര്യങ്ങൾ, അഡ്വേഴ്സിറ്റി. സഹിഷ്ണുത, റെസിലിയൻസ്. പ്രചോദനം, ഇൻസ്പയറിംഗ്. ഹെർ റെസിലിയൻസ് ഇൻ അഡ്വേഴ്സിറ്റി ഈസ് ഇൻസ്പയറിംഗ്. പ്രതികൂല സാഹചര്യങ്ങളിലും അവളുടെ സഹിഷ്ണുത പ്രചോദനകരമാണ്. സാങ്കേതിക മേഖല അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു. The technology sector is evolving rapidly. Technology sector, മേഖല, സെക്ടർ. അതിവേഗം, rapidly. വികസിക്കുക, evolve. The technology sector is evolving rapidly. സാങ്കേതിക മേഖല അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നു. കോടതി ഒരു നാഴികക്കല്ലായ അല്ലെങ്കിൽ സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. The court issued a landmark ruling. കോടതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കോർട്ട്. നാഴികക്കല്ലായ അല്ലെങ്കിൽ സുപ്രധാന, ലാൻഡ്മാർക്ക്. വിധി, റൂളിംഗ്. പുറപ്പെടുവിക്കുക, ഇഷ്യൂ, പുറപ്പെടുവിച്ചു, ഇഷ്യൂഡ്. ദ കോർട്ട് ഇഷ്യൂഡ് എ ലാൻഡ്മാർക്ക് റൂളിംഗ്. കോടതി ഒരു നാഴികക്കല്ലായ അല്ലെങ്കിൽ സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. അധ്യാപകൻ അവളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൾ ലജ്ജിതയായി. ഷി ലുക്ക് അബാഷ്ഡ് when the teacher pointed out her mistake. അധ്യാപകൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടീച്ചർ. തെറ്റ്, മിസ്റ്റേക്ക്. ചൂണ്ടിക്കാണിക്കുക, പോയിന്റ് ഔട്ട്. ലജ്ജിതയാകുക, അബാഷ്. ഷി ലുക്ക്ഡ് അബാഷ്ഡ് when the teacher pointed out her mistake. അധ്യാപകൻ അവളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൾ ലജ്ജിതയായി. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളിലേക്ക് നോവൽ ആഴ്ന്നിറങ്ങുന്നു അല്ലെങ്കിൽ തിരയുന്നു. The novel delves into the complexities of human relationships.
മനുഷ്യബന്ധങ്ങൾ, ഹ്യൂമൻ റിലേഷൻഷിപ്സ്. ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്. സങ്കീർണതകൾ, കോംപ്ലക്സിറ്റീസ്. ആഴ്ന്നിറങ്ങുക അല്ലെങ്കിൽ തിരയുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് delve into. The novel delves into the complexities of human relationships. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളിലേക്ക് നോവൽ ആഴ്ന്നിറങ്ങുന്നു അല്ലെങ്കിൽ തിരയുന്നു. വർഷങ്ങളായുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ പരിസമാപ്തിയായിരുന്നു ഉച്ചകോടി. The summit was a culmination of years of diplomatic efforts. വർഷങ്ങളായുള്ള നയതന്ത്ര ശ്രമങ്ങൾ, years of diplomatic efforts. വർഷങ്ങൾ, years. നയതന്ത്രം, ഡിപ്ലോമാറ്റിക്. ശ്രമങ്ങൾ, എഫേർട്സ്. പരിസമാപ്തി, കൾമിനേഷൻ. ഉച്ചകോടി, സമ്മിറ്റ്. ദ സമ്മിറ്റ് വാസ് എ കൾമിനേഷൻ ഓഫ് ഇയേഴ്സ് ഓഫ് ഡിപ്ലോമാറ്റിക് എഫേർട്സ്. വർഷങ്ങളായുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ പരിസമാപ്തിയായിരുന്നു ഉച്ചകോടി. അവൾക്ക് ഓണററി ബിരുദം നൽകി ആദരിച്ചു. ഷി വാസ് ബെസ്റ്റോഡ് വിത്ത് ആൻ ഓണററി ഡിഗ്രി. പുരസ്കാരം നൽകുക അല്ലെങ്കിൽ കൊടുക്കുക എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ ആദരിക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബെസ്റ്റോ. ആദരിച്ചു, ബെസ്റ്റോഡ്. ഷി വാസ് ബെസ്റ്റോഡ് വിത്ത് ആൻ ഓണററി ഡിഗ്രി. അവൾക്ക് ഓണററി ബിരുദം നൽകി ആദരിച്ചു. പ്രകടനത്തിനിടയിൽ തൻ്റെ വരികൾ മറന്നുപോയപ്പോൾ അയാൾക്ക് നാണക്കേട് തോന്നി അല്ലെങ്കിൽ ലജ്ജിതനായി. ഹി ഫെൽറ്റ് അബാഷ്ഡ് ആഫ്റ്റർ ഫൊർഗെറ്റിംഗ് ഹിസ് ലൈൻസ് ഡ്യൂറിംഗ് ദ പെർഫോമൻസ്. പ്രകടനം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പെർഫോമൻസ്. പ്രകടനത്തിനിടയിൽ, ഡ്യൂറിംഗ് ദ പെർഫോമൻസ്. വരികൾ, ലൈൻസ്. മറന്നുപോകുക, ഫൊർഗെറ്റ്. നാണക്കേട് തോന്നുക അല്ലെങ്കിൽ ലജ്ജിതനാകുക, ഫെൽറ്റ് അബാഷ്ഡ്. ഹി ഫെൽറ്റ് അബാഷ്ഡ് ആഫ്റ്റർ ഫൊർഗെറ്റിംഗ് ഹിസ് ലൈൻസ് ഡ്യൂറിംഗ് ദ പെർഫോമൻസ്. പ്രകടനത്തിനിടയിൽ തൻ്റെ വരികൾ മറന്നുപോയപ്പോൾ അയാൾക്ക് നാണക്കേട് തോന്നി അല്ലെങ്കിൽ അയാൾ ലജ്ജിതനായി. തത്വചിന്തകൻ്റെ രചനകൾ അസ്തിത്വപരമായ ചോദ്യങ്ങൾ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്നു. ദ ഫിലോസഫേഴ്സ് റൈറ്റിംഗ്സ് എക്സ്പ്ലോർ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ്. തത്വചിന്തകൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫിലോസഫർ. രചനകൾ, റൈറ്റിംഗ്സ്. അസ്തിത്വപരമായ ചോദ്യങ്ങൾ, എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ്. അന്വേഷിക്കുക അല്ലെങ്കിൽ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുക, എക്സ്പ്ലോർ. ദ ഫിലോസഫേഴ്സ് റൈറ്റിംഗ്സ് എക്സ്പ്ലോർ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ്. തത്വചിന്തകൻ്റെ രചനകൾ അസ്തിത്വപരമായ ചോദ്യങ്ങൾ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്നു. ഡോക്ടർ എന്ന വാക്കിൻ്റെ ചുരുക്കെഴുത്ത് DR എന്നാണ്. വി അബ്രിവിയേറ്റ് ഡോക്ടർ ആസ് DR. സംഗ്രഹിക്കുക അല്ലെങ്കിൽ ചുരുക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അബ്രിവിയേറ്റ്. വി അബ്രിവിയേറ്റ് ഡോക്ടർ ആസ് DR. ഡോക്ടർ എന്ന വാക്കിൻ്റെ ചുരുക്കെഴുത്ത് DR എന്നാണ്. സമയം ലാഭിക്കാൻ ദയവായി നിങ്ങളുടെ പ്രസംഗം ചുരുക്കുക. പ്ലീസ് അബ്രിവിയേറ്റ് യുവർ സ്പീച്ച് ടു സേവ് ടൈം. സമയം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടൈം. ലാഭിക്കുക, സേവ്. സമയം ലാഭിക്കുക, ടു സേവ് ടൈം. ദയവായി, പ്ലീസ്. പ്രസംഗം, സ്പീച്ച്. ചുരുക്കുക അല്ലെങ്കിൽ സംഗ്രഹിക്കുക, അബ്രിവിയേറ്റ്. പ്ലീസ് അബ്രിവിയേറ്റ് യുവർ സ്പീച്ച് ടു സേവ് ടൈം. സമയം ലാഭിക്കാൻ ദയവായി നിങ്ങളുടെ പ്രസംഗം ചുരുക്കുക. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസിയാക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ, ബൈ.